ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 11 ശ്ലോകങ്ങൾ അർത്ഥം സഹിതം നമ്മൾ പഠിച്ചു. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ലളിതാ സഹസ്രനാമം ഓരോരോ ശ്ലോകങ്ങളായി നമ്മൾ അർത്ഥം സഹിതം പഠിക്കുന്നത്. ഭഗവത്ഗീത വ്യാഴാഴ്ചയും. നാളെ വൈശാഖ മാസം തുടങ്ങുന്നു. അതുകൊണ്ട് ഭാഗവതം കഥാരൂപത്തിൽ നാളെ മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. വൈശാഖ മാസത്തെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കേൾക്കണം. ഇന്ന് നമ്മൾ 12ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജമായ അരുണപ്രഭാപൂരത്തിൽ മജ്ജത്തായ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ എന്നാണ് ശ്ലോകാർത്ഥം. അതായത് നിജമായ, അതായത് തൻ്റേതായ അരുണപ്രഭാപൂരത്തിൽ, അർത്ഥം ചുവന്ന നിറമുള്ള പ്രകാശപ്രഭാവത്തിൽ, മജ്ജത്തായ മുഴുകിയ, ബ്രഹ്മാണ്ഡമണ്ഡല, അർത്ഥം ബ്രഹ്മാണ്ഡങ്ങളുടെ കൂട്ടം. ഇവിടെ ഭഗവതിയുടെ ആ തിരുശരീരത്തിൻ്റെ നിറത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രഭാതകാലത്തിൽ അരുണവർണ്ണയായി ദേവിയെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അതായത് രാവിലെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ നമ്മൾ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യന് എന്തു നിറമാണോ ഉള്ളത്, ആ നിറമാണ് ഭഗവതിക്ക്. ആ നിറത്തോടു കൂടിയ അലയോ മഹാമായേ, അലയോ മാതാവേ, അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അവിടെ നമ്മൾ രാവിലെയാണ് നമ്മൾ ജപിക്കുന്നതെങ്കിൽ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യഭഗവാന്റെ ആ അരുണ നിറമാണ് ഭഗവതിക്ക്. ആ നിറത്തോടു കൂടി വേണം നമ്മുടെ മനസ്സിലേക്ക് ഭഗവതിയുടെ രൂപത്തെ കൊണ്ടുവരേണ്ടത്. രാവിലെ ജപിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, രാവിലെ ജപിക്കുമ്പോൾ ഭഗവതിയുടെ ആ തിരുശരീരത്തിൻ്റെ നിറം എന്താണ്? ചുവന്ന നിറമാണ്. അതായത് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ നിറം. ആ നിറമാണ് ഭഗവതിക്ക് എന്നാണ് അർത്ഥം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പഠിക്കാം. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.